ഇറാനുമേൽ ഇസ്രയേൽ ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വാർഫെയർ തന്ത്രം. അതേ തന്ത്രം ഉപയോഗിച്ച് ഇസ്രയേലിന് ഇറാൻ മറുപടി കൊടുക്കാനൊരുങ്ങുന്നു. ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ അതേ തന്ത്രം തിരിച്ചും പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. യുദ്ധം കടുക്കുകയാണ്. ഈ സംഘർഷം ഇനി വെറും സൈനികരിലും ആയുധങ്ങളിലും മാത്രം ഒതുങ്ങില്ല എന്നതിന്റെ വളരെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്. ഇപ്പോൾ റോഡുകൾ, വൈദ്യുത നിലയങ്ങൾ, പാലങ്ങൾ, ചുരുക്കത്തിൽ ഒരു രാജ്യത്തെ എന്തൊക്കെയാണ് മുന്നോട്ട് നയിക്കുന്നത് അതെല്ലാം ഈ ആക്രമണങ്ങളുടെ പരിധിയിൽ വരുന്നു. ഈ ഒരു തന്ത്രത്തെയാണ് ഇൻഫ്രാസ്ട്രക്ചർ വാർഫെയർ എന്ന് വിളിക്കുന്നത്. ശത്രു രാജ്യത്തിന്റെ ഉള്ളിൽ ചെന്ന് ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഒരു തന്ത്രമാണിത്. വൈദ്യുതി തടസ്സം ആശുപത്രികളെയും സ്കൂളുകളെയും വീടുകളെയും ഒക്കെ ഒരുപോലെ ബാധിക്കും. അങ്ങനെ ആ രാജ്യത്തെ മൊത്തമായി ഇല്ലാതാക്കാനുള്ള ഒരു തന്ത്രം. ഗൾഫ് രാജ്യങ്ങളിലെ പാലങ്ങൾ മറിച്ചും ആക്രമിക്കും എന്നാണ് ഇറാൻ സൈന്യം ഇസ്രയേലിന്റെ ആക്രമണത്തിനെതിരെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കുവൈത്തിലെയും സൗദി അറേബ്യയിലെയും UAE-ലെയും ജോർദാനിലെയും പാലങ്ങൾ ആക്രമിക്കും എന്ന ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. കുവൈത്തിലെ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹ് കടൽപ്പാലം, സൗദി അറേബ്യയെ ബഹ്റൈനുമായി ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷെയ്ഖ് സായിദ് പാലം, ഷെയ്ഖ് ഖലീഫ പാലം, ജോർദാനിലെ കിങ് ഹുസൈൻ പാലം, ഡാമിയ പാലം, അബ്ദുൻ പാലം എന്നിവ ആക്രമിക്കും എന്നാണ് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ടെഹ്റാനിലെ പാലം തകർത്തതിന്റെ പ്രതികാരമായാണ് ഇറാന്റെ നടപടി. പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള കറാജിലെ B1 പാലമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമിച്ചത്. അതേസമയം ബഹ്റൈനിലും കുവൈറ്റിലും പുലർച്ചെ 2 തവണ ആക്രമണ ശ്രമം നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ ചൊല്ലി UN രക്ഷാസമിതിയിൽ പൊരിഞ്ഞ പോര് കടക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഇറാൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം എന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പാശ്ചാത്യ രാജ്യങ്ങളാണ് പ്രദേശത്ത് അസ്ഥിരാവസ്ഥ ഉണ്ടാക്കിയത് എന്ന് റഷ്യയുടെ UN അംബാസഡർ വാസിലിൻ നെബൻസിയ വിമർശിച്ചു. ഒരു പ്രകോപനവുമില്ലാതെയാണ് അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയത് എന്നും റഷ്യൻ അംബാസഡർ. യുദ്ധം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കാം എന്നും റഷ്യൻ അംബാസഡർ പറയുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും നടത്തിയത് എന്ന് ചൈനയുടെ UN അംബാസഡർ ഫൂക്കോങ് വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ഇറാന്റെ ആക്രമണങ്ങളെയും ചൈന അപലപിച്ചിട്ടുണ്ട്. ഇറാനെ നിശിതമായി UN-ലെ അമേരിക്കൻ സ്ഥാനപതി മൈക്ക് വാൾസ് വിമർശിക്കുന്നു. ലോക സമ്പദ് വ്യവസ്ഥയെ ബന്ദികളാക്കാൻ ഇറാൻ ഒരു തരത്തിലും അവകാശമില്ല എന്നാണ് മൈക്ക് വാൾസിന്റെ വാക്കുകൾ. കഴിഞ്ഞ 1.5 വർഷമായി നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ തീജ്വാലകൾ, സംഘർഷങ്ങൾ ഇത് തുടരുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം 2023 ഒക്ടോബറിൽ ഗാസയിൽ ആരംഭിച്ചു. ക്രമേണ അത് മുഴുവൻ മേഖലയിലേക്കും വ്യാപിച്ചു. ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങി. യമനിലെ ഹൂതി വിമോചകർ ചെങ്കടലിൽ കപ്പലുകൾ തടയാൻ തുടങ്ങി. ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള മിസൈൽ കൈമാറ്റം പോലും നടന്നു. ഈ മുഴുവൻ സംഘർഷത്തിലും ഇറാൻ ഒരു സുപ്രധാന പങ്കാളിയാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ ഈ 3 ഗ്രൂപ്പുകൾക്കും ഇറാനാണ് നിരന്തരം പിന്തുണയും സഹായവും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ്. ഇറാന്റെ വാർത്താ ചാനലായ പ്രസ് TV സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X-ൽ ഒരു അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്തിരുന്നു. പോസ്റ്റിൽ നിർമ്മാണത്തിൽ നിന്ന് B1 പാലം ആക്രമിക്കപ്പെട്ടു എന്ന് ഇത് മേഖലയിലുടനീളം വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ആൽബറോസിലെ പാലത്തിന് നേരെയുണ്ടായ ആക്രമണം ഇറാനെ ഞെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അടങ്ങിയിരിക്കില്ല എന്ന് ഉറപ്പാണ്. നിർമ്മാണത്തിലിരുന്ന പാലം ഇറാൻ വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു. ഈ പാലത്തിന്റെ പണി വളരെ കാലമായി നടന്നു വരികയായിരുന്നു. പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ ഒരു ആക്രമണത്തിൽ അത് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇതിന് പ്രതികരിക്കും എന്ന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.